നമസ്കാരം ഗൈസ്. പത്മഭൂഷൺ അവാർഡ് വെള്ളാപ്പള്ളി നടേശന് കൊടുത്തതിനെതിരെ ഏറെ വിമർശനങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. കാരണം ഇതാണ്, മൈക്രോ ഫിനാൻസ് എന്ന തട്ടിപ്പിന്റെ മുഖ്യപ്രതിയാണ് വെള്ളാപ്പള്ളി എന്നതുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട് മഹേശൻ എന്ന് പറയുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തതിന് വെള്ളാപ്പള്ളിയും കൂടെ ഉത്തരവാദിയാണ് എന്ന ആരോപണം ഉള്ളതുകൊണ്ടുമാണ് ഈ പത്മ അവാർഡിനെതിരെ ഭയങ്കരമായ വിമർശനങ്ങൾ ഉണ്ടാവുന്നത്. എന്താണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്? കേന്ദ്ര ഗവൺമെന്റ് നബാർഡിന്റെ നേതൃത്വത്തിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി വളരെ ചുരുങ്ങിയ പലിശ നിരക്കിൽ പണം കടം കൊടുക്കും. നബാർഡും SNDP യോഗവും ഇത് സംബന്ധിച്ച് ധാരണയായി. പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്ക് വളരെ ഉപയോഗപ്രദമായ പദ്ധതിയായിരുന്നുവെങ്കിലും അടിമുടി സ്കാമായിരുന്നു പിന്നീട് നടന്നത്. SNDP നേതാക്കന്മാരും പിന്നോക്ക വികസന ബോർഡിലെ മേലുദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന ഒരു ഗൂഢാലോചനയാണ് കേരളം പിന്നെ കണ്ടത്. ചുരുക്കി പറഞ്ഞാൽ, വ്യാജമായി സ്വയം സഹായ സംഘങ്ങൾ ഉണ്ടാക്കുക, വ്യാജമായി ഗുണഭോക്താക്കളെ ചേർക്കുക, പാവപ്പെട്ട മനുഷ്യരുടെയൊക്കെ പേരിൽ അവരറിയാതെ ലോൺ എടുക്കുക, അങ്ങനെയുള്ള വൻ കൃത്രിമങ്ങളാണ് നടത്തിയത്. മാത്രമല്ല, 5% പലിശയ്ക്ക് പകരം 18% പലിശയാണ് ഇവർ ഈടാക്കിയിട്ടുണ്ടായിരുന്നത്. ഏറെ കഴിഞ്ഞപ്പോൾ എടുക്കാത്ത ലോണിന്റെ പേരിൽ ജപ്തി നോട്ടീസ് വരെ വന്നപ്പോഴാണ് പാവപ്പെട്ട മനുഷ്യർ തിരിച്ചറിഞ്ഞത് തങ്ങൾ ഒരു വൻ സാമ്പത്തിക കെണിയിൽ അകപ്പെട്ടു പോയി എന്ന്. 2003 മുതൽ 2015 വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം SNDP യൂണിറ്റുകൾ വഴി ഈ തിരിമറി വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ അച്യുതാനന്ദൻ ഇടപെടുന്നു, പരാതി കൊടുക്കുന്നു, കോടതി അന്വേഷണത്തിന് ഉത്തരവിടുന്നു. ക്രൈംബ്രാഞ്ചും വിജിലൻസും ഒക്കെ ഈ കേസിൽ ഇടപെട്ടെങ്കിലും നോ യൂസ് അറ്റ് ആൾ. സിമ്പിൾ. 2016 മുതൽ 2026 വരെയുള്ള പിണറായി സർക്കാരിന്റെ സംരക്ഷണാ കവചം വെള്ളാപ്പള്ളിക്ക് ഉണ്ടായിരുന്നു. അതാണ് മെയിൻ കാരണം. അന്വേഷണത്തിലെ മെല്ലെപ്പോക്കിനെ, അപാകതയൊക്കെ ഹൈക്കോടതി പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കുഴിഞ്ഞു മറിഞ്ഞത് ഇനി പറയാൻ പോകുന്ന സംഭവത്തോടെയാണ്. ഈ മൈക്രോ ഫിനാൻസ് പദ്ധതിയുടെ കോഓർഡിനേറ്ററായി പ്രവർത്തിച്ച വ്യക്തി, അതായത് വെള്ളാപ്പള്ളിയുടെ വലങ്കയായിരുന്ന മഹേശൻ, ആത്മഹത്യ ചെയ്തു. ആത്മഹത്യാക്കുറിപ്പിൽ വെള്ളാപ്പള്ളിക്കെതിരെ വളരെ ക്രിട്ടിക്കലായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ വേണ്ടത്ര ഗൗരവം ഈ കേസിൽ കാണിച്ചില്ല. മരിച്ചതിന് ശേഷം തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് 15 കോടിയുടെ തട്ടിപ്പ് നടത്തിയത് മഹേശൻ ഒറ്റയ്ക്കാണെന്നാണ്. മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് 120-ലധികം FIR-കൾ ഉണ്ടായെങ്കിലും ഒരു കേസിൽ മാത്രമാണ് 10 വർഷങ്ങൾക്കിപ്പുറം കുറ്റപത്രം നൽകപ്പെട്ടത്. ഇതിൽ വെള്ളാപ്പള്ളി മെയിൻ പ്രതിയാകപ്പെടുകയും ചെയ്തു. മരിച്ചുപോയ മഹേഷിന്റെ വിധവയും ഭർത്താവിന്റെ മരണത്തിൽ വെള്ളാപ്പള്ളിക്കും പങ്കുണ്ട് എന്ന രീതിയിൽ വെള്ളാപ്പള്ളിക്കെതിരെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം കാണുമ്പോൾ പത്മ അവാർഡിന്റെ മൂല്യത്തെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്.